എൻ്റെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സുസ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, കൊറോണ കാലമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യ അകലം പാലിക്കണമെന്നാണ്. കൊറോണയെ തടയാൻ ഉള്ള ഏക മാർഗം എന്ന് പറയുന്നത് സാമൂഹ്യ അകലം പാലിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ വിദ്യാലയത്തിലേക്ക് പൂമ്പാറ്റകളെ പോലെ പാറി വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് സാധിക്കുന്നില്ല താനും. പഠനം നമുക്ക് തുടരണം. അതിനുവേണ്ടി ഗവൺമെന്റ് തലത്തിൽ വിക്ടേഴ്സ് ചാനലിൽ കുട്ടികൾക്കായി വിവിധ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പലരും അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ചിലരെങ്കിലും ചില പ്രയാസങ്ങൾ പറഞ്ഞു. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ വിക്ടേഴ്സ് ചാനൽ നടത്തപ്പെടുന്ന ക്ലാസ്സുകളിൽ മലയാളം മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന ക്ലാസ്സുകളായിരുന്നു നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് കുറച്ച് എങ്കിലും മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിച്ചു എന്ന് കിട്ടി. ഞങ്ങൾക്കൊരു ഒരു ഒരു ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ CHM സ്കൂളിലെ അധ്യാപകർ ചേർന്ന് തീരുമാനിച്ചു, കുട്ടികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ കൂടാതെ അതിൻ്റെ ഒരു ശാക്തീകരണം എന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ ഒരു എംപവർമെൻറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ വിക്ടേഴ്സ് ചാനൽ വരുന്ന ക്ലാസ്സുകളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കാനായി നമുക്കൊരു ക്ലാസ് എടുക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം 8ാം തരത്തിലെ കുട്ടികൾക്കായിട്ടുള്ള ആ ക്ലാസ്സിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. My dear children, here we are starting online classes for high secondary students. This class is mainly I am seeing the children of 8th standard students. That means this class is for the 8th standard students. We know that this time the situation is so much worse here because of corona. We can't see each other. Really, I want to see you all, but we can't see each other because the government insists that we should keep social distancing. So that is why we cannot gather in our campus. That is why you cannot come to your beloved schools. So that is why government started the online classes for each and every classes. I think you all are see the first episode of First Bell, which its name was First Bell. First class name was First Bell. I think you all are seeing that episode, which is telecasted in Victors channel. You know that our school is an English medium and Malayalam medium school. Our school is a mixed school. So that is why so many students are studying in English medium also. We found that some students can face some difficulties to follow the classes that are telecasted in Victors channel because it was in Malayalam. That is why some students cannot follow the classes. That is why we, the teachers of CHM, decided to start the classes for you. ഈ ക്ലാസ്സിൻ്റെ പേര് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് വൈറ്റ് ബോർഡ് 2020. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്കായി ഓഡിയോ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കായി വൈറ്റ് ബോർഡ് 2020യുടെ ഭാഗമായി ഇതുപോലെ കുറേ വിഷയങ്ങൾക്കെങ്കിലും വീഡിയോ ക്ലാസ്സസ് തരാനാണ് വി ഹാവ് ഡിസൈഡഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി 8ാം തരത്തിലെ കണക്ക് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ബിക്കോസ് ഐ ആം എ മാത്തമാറ്റിക്സ് ടീച്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. മൈ നെയിം ഇസ് സുധീഷ്. ഐ ആം മാത്തമാറ്റിക്സ് ടീച്ചർ ഓഫ് CHM ഹയർ സെക്കൻഡറി സ്കൂൾ, എളയാവൂർ.
ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ സ്റ്റാർട്ട് ദ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് 8th സ്റ്റാൻഡേർഡ്. എൻ്റെ കുഞ്ഞു മക്കൾക്കായിട്ട് 8ാം തരത്തിലെ ഗണിതം മധുരതരമായി പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് ദ ചാപ്റ്റർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഐ വിൽ ടേക്ക് ദ ക്ലാസ്സസ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ സേ in Malayalam, then after I will translate those all in English. So I think that is why all the students can follow my classes, either in English medium or in Malayalam medium. Okay, എല്ലാവരും തയ്യാറല്ലേ? പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലോ. ശരി, അപ്പൊ നമുക്ക് ആദ്യം ആവശ്യമുള്ളത്, നമുക്ക് എല്ലാവരുടെ കയ്യിലും നോട്ട് ബുക്കും ഒരു പെന്നും വളരെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി ടെല്ലിംഗ് ടൈം, ദിസ് ഇസ് സ്റ്റഡി ടൈം. ഇപ്പൊ വെറുതെ ഒരു കഥ പറഞ്ഞു പോകുന്ന ലാഘവത്തിൽ, കഥ കേട്ടിരിക്കുന്ന ലാഘവത്തിൽ ഒരു മാഷ് വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു, കഥകൾ നമുക്കൊരു കഥ കേട്ടിരിക്കാം എന്ന വിചാരത്തിൽ ആരും ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല. സോ യു ഷുഡ് കീപ് ദ നോട്ട്ബുക്ക് ആൻഡ് പെൻ അലോങ് വിത്ത് യു. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ദാറ്റ് വിൽ കം ഇൻ യുവർ സ്ക്രീൻ. സോ അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം. ശരി, അപ്പൊ എല്ലാവരും പെൻസിലും ബുക്കും ഒക്കെ എടുത്തു വെച്ചിരുന്നു. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേര് പറയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഐ തിങ്ക് യു ഓൾറെഡി ഗോട്ട് ദ സീ ദ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ നമ്മുടെ കൈറ്റ് KITE എന്ന വെബ്സൈറ്റിൽ പോയാൽ യു ക്യാൻ ഡൗൺലോഡ്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കൈറ്റ് KITE എന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് ആണിത്. അപ്പൊ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ഏതായാലും സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരാഴ്ചക്കകം നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് അത് എത്തിച്ചേരുന്നതായിരിക്കും. 8ാം തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്ക് സൗജന്യമാണെന്ന് അറിയാമല്ലോ. ശരി, ഇറ്റ് ഈസ് ഫ്രീ ഫോർ ഓൾ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. ശരി, ഞാൻ പറഞ്ഞു വന്നത്, ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്കും പെന്നും വേണം, ഉണ്ടല്ലോ, കരുതി കഴിഞ്ഞല്ലോ. നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നെയിം വാസ് ഈക്വൽ ട്രയാങ്കിൾസ്. പാഠത്തിന്റെ പേര് എല്ലാവരും ഒന്ന് എഴുതി വെച്ചേ. എല്ലാവരും നോട്ട് ബുക്കിൽ ദൈവത്തിനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവരും ഫസ്റ്റിൽ എന്തെഴുതുക? ചാപ്റ്റർ നെയിം ഈക്വൽ ട്രയാങ്കിൾ. ഫോർ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ഈക്വൽ ട്രയാങ്കിൾ. മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് എഴുതി വെക്കാം. ശരി, അപ്പൊ അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞു. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പാഠം ഒരു ത്രികോണത്തെ കുറിച്ചുള്ള പാഠമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് ട്രയാങ്കിൾ? എന്താണ് ത്രികോണം? അപ്പം അല്ലേ? ശരി, ഇതാ ക്ലാസ്സിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, വാട്ട് ഈസ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയാലോ അത്. ശരി, എല്ലാവരും കണ്ടിട്ടുണ്ട്, ട്രയാങ്കിൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഷോർട്ടസ്റ്റ് ഫിഗർ ഓഫ് എ പോളിഗൺ. ഒരു ബഹുഭുജത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണ്, ഏറ്റവും കുറച്ച് വശങ്ങളോട് കൂടിയ രൂപമാണ്, അങ്ങനെ പറയാം, ഏറ്റവും ചെറിയ വശങ്ങളോട് കൂടിയ രൂപമാണ് ത്രികോണം അഥവാ ട്രയാങ്കിൾ. ഒരു ബഹുഭുജത്തിന്റെ ഏറ്റവും കുറച്ച് വശങ്ങളോട് കൂടിയ ഒരു ബഹുഭുജമാണ് ട്രയാങ്കിൾ. ഇനി നിങ്ങൾക്ക് എന്താണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതും അറിയാം. വാട്ട് ഈസ് ട്രയാങ്കിൾ? ട്രയാങ്കിളിന് എത്ര വശം? അപ്പൊ വാട്ട് ഈസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. കുറെ ആൾക്കാർ പറയുന്നുണ്ട്, ഇറ്റ് ഹാസ് 3 sides. യെസ്, അത് ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശമുള്ള രൂപമാണ്. 3 വശമുള്ള രൂപത്തിന് നമ്മൾ ത്രികോണം എന്ന് പറയുന്നു. ചിലർ വിളിച്ചു പറഞ്ഞു, ഞാൻ ബാക്കിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോ പറഞ്ഞു, എന്ത് പറഞ്ഞു? സർ, ദ ട്രയാങ്കിൾ ഹാസ് 3 angles. ട്രയാങ്കിളിൽ 3 ആംഗിൾ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയല്ലേ? അയാൾ പറഞ്ഞു ശരിയല്ലേ? ട്രയാങ്കിളിൽ 3 കോണുകളുണ്ട്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയാം, ത്രികോണത്തിന് 3 കോണുകളുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഏകദേശം അറിയാം. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ 7th മനസ്സിലാക്കി വെച്ച മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അത് ത്രികോണത്തിന് 3 കോണുണ്ടെന്ന് പറഞ്ഞാൽ 3 കോണും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? കുറെ ആൾ കൈപൊക്കി, ഞാൻ കാണുന്നുണ്ട്. കുറെ ആൾ ഇപ്പൊ കൈപൊക്കി കഴിഞ്ഞു. 3 കോണും കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം
180 ഡിഗ്രിയാണ്, 150 ഡിഗ്രി. അപ്പൊ ത്രികോണത്തിന്റെ ആകെ കോണളവുകളുടെ തുക 150 ഡിഗ്രിയാണ്. 3 കോണും കൂടി കൂട്ടിയാൽ 150 കിട്ടും. നിങ്ങൾക്കതറിയാം. ശരി. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ത്രികോണം എത്ര തരത്തിലുണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. We are discussing about how many triangles that you have already noticed. നിങ്ങൾ മനസ്സിലാക്കിയത് എത്ര ട്രയാങ്കിളുകളുണ്ട്? ശരി, ഞാൻ പറയട്ടെ, പറഞ്ഞോട് കാണുക. വശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ത്രികോണത്തെ 3ആയി തരംതിരിക്കാം. വശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ത്രികോണത്തെ 3 ത്രികോണങ്ങൾ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞു. അത് ഏതൊക്കെ? You know that on the basis of sides we saw the 3 type of triangles. അത് ഏതൊക്കെ? Which are they? പറയട്ടെ. ആദ്യം പറഞ്ഞത് 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന് പറയുന്ന പേരാണ് എന്ത് പേര്? എന്താ പേര് പറയാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സമഭുജ ത്രികോണങ്ങൾ. ഇപ്പൊ മലയാളത്തിൽ പറയുന്നത് ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളുടെയും നീളങ്ങൾ തുല്യമാണെങ്കിൽ ദാറ്റ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ആസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അപ്പൊ ഒരു സൈഡ് ഇപ്പം 5 ആണ്, ഈ സൈഡ് 5 ആണെങ്കിൽ ഈ സൈഡും 5, ഈ സൈഡും 5. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരും അതൊക്കെ. അങ്ങനെ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ, ഇഫ് ഓൾ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ദെൻ ദാറ്റ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ആസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ, അല്ലെങ്കിൽ തുല്യവശമുള്ള ത്രികോണങ്ങളെ നമ്മൾ സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയുന്നു. ഇഫ് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ, ദെൻ ദാറ്റ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ആസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അല്ലേ? അപ്പൊ ഒരു ട്രയാങ്കിൾ കിട്ടി, ഒരു തരം കണ്ടു നമ്മൾ, ദാറ്റ് ഈസ് സമഭുജ ത്രികോണം. രണ്ടാമതൊന്ന്. ശരി, ദ ബാക്കിൽ ഒരാൾ തട്ടോട്ടിരിക്കുന്നു. അയാളത് പറഞ്ഞേ എന്താ? ഇനി ഏത് ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം? അത് തന്നെ. എന്ത്? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തെ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ? മലയാളത്തില് സമപാർശ്വ ത്രികോണങ്ങൾ, അല്ലെ? അതൊരു ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ, 3 വശമാണ് ഉള്ളത്, അതിൽ ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അത് സമപാർശ്വം, പാർശ്വഭാഗം സമമാവുക. ഒരുപക്ഷെ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഈ ഇവിടുത്തെ സൈഡും ഇവിടുത്തെ സൈഡും ആവാം, അല്ലെങ്കിൽ ഈ സൈഡും ആവാം, അല്ലെ? അങ്ങനെ പാർശ്വഭാഗങ്ങൾ സമമായി കഴിഞ്ഞാൽ, if the 2 sides of a triangle are equal, then that triangle is called as isosceles triangle. മലയാളത്തിൽ പറഞ്ഞാൽ 2 വശങ്ങൾ, ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ 2 തരം കണ്ടേ? 2 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3 സൈഡും ഡിഫറെന്റ് ആവുക, വ്യത്യസ്തമാവുക. 3 വശങ്ങളുടെയും നീളങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ അത്തരം ത്രികോണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷമഭുജ ത്രികോണങ്ങൾ. ഇംഗ്ലീഷിൽ അതിന്റെ പേര് സ്കേലൻ ട്രയാങ്കിൾ, SCALEN. സ്കേലൻ എന്ന് വായിക്കാം, സ്കാലൻ എന്ന് വായിക്കാം, സ്കെയിലിയൻ എന്ന് വായിക്കാം. ഏതായാലും സ്കേലൻ ട്രയാങ്കിൾ. അപ്പൊ വാട്ട് ഈസ് സ്കേലൻ ട്രയാങ്കിൾ? ഇഫ് ദ 3 sides of a triangle are different, then those triangles are called as scalene triangle. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളുടെയും നീളങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്കേലൻ ട്രയാങ്കിൾ. സോ ഐ ആം നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ഞാൻ കാണിക്കുകയാണ്. സോ ഹിയർ ലുക്ക് അറ്റ്, ഐ ആം പ്രസന്റിങ്. ഓക്കെ, ശരി. വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് CHM ഹയർ സെക്കൻഡറി സ്കൂൾ എളയാവൂർ. ഇത് 8ാം തരത്തിന്റെ 1ാമത്തെ ക്ലാസ്. ശരി, എന്തൊക്കെയാ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, നോട്ട് ബുക്ക് ഇപ്പൊ കയ്യിലുണ്ടല്ലോ, അപ്പൊ നോട്ട് ബുക്കിന്റെ അകത്ത് ഇതൊന്ന് എഴുതി വെച്ച എല്ലാവരും. ത്രികോണം ഞാനൊന്ന് വായിക്കാം. വാട്ട് യു സീൻ ഇൻ ദ സ്ക്രീൻ? നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കാര്യം എന്താണെന്ന് ഞാനൊന്ന് വായിക്കാം. മലയാളം മീഡിയം കുട്ടികൾ ഇത് എഴുതിയെടുക്കുക. വശങ്ങളെ അടിസ്ഥാനമാക്കി ത്രികോണങ്ങളെ 3ആയി തരംതിരിക്കുന്നു. നമ്മളിപ്പോ പറഞ്ഞു വെച്ചു, 3 വശങ്ങളും തുല്യമായ ത്രികോണത്തെയാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെ നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നു. 3 വശങ്ങളും വ്യത്യസ്തമായ ത്രികോണത്തെ നമ്മൾ വിഷമഭുജ ത്രികോണം എന്ന് പറയുന്നു, അല്ലെ? ശരി.
അപ്പോൾ ഇത് കണ്ടു, നമ്മളിത് കണ്ടല്ലോ. ശരി, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഈസ് ഓൾസോ യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ it on the it on the screen that എന്തൊക്കെയാ എഴുതിയത്? Triangles can be classified into depending on the three characters of the sides. First one, equilateral triangle. എന്താണ് equilateral triangle? If all the sides of a triangle are equal, such triangles are called equilateral triangle. Isosceles triangle. If any two sides of a triangle are equal, then it is called an isosceles triangle. Scalene triangle. If all the sides of a triangle are different, it is called scalene triangle. നമ്മൾ പറഞ്ഞു വെച്ചതാണേ. ശരി, കേട്ടല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ സൈഡിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ പറഞ്ഞു, വശങ്ങളെ ബേസ് ചെയ്തുകൊണ്ടല്ലേ പറഞ്ഞത്. ട്രയാങ്കിളിന് മൂന്നെണ്ണം നമ്മൾ കണ്ടു. ഇതുപോലെ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്ന് ട്രയാങ്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അതെന്തൊക്കെയാ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ശരി, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി ആണ് ഒരു ആംഗിൾ എങ്കിൽ അത്തരം ട്രയാങ്കിളുകൾക്ക് നമ്മളൊരു പേര് പിടിച്ചിട്ടുണ്ട്. എന്താ അത്? യെസ്, കുറെ ആൾ വിളിച്ചു പറഞ്ഞു. മലയാളത്തിൽ അതിനെ മട്ടത്രികോണം എന്ന് പറയും. ഒരു കോണ് മട്ടകോണായാൽ 90 ഡിഗ്രിക്ക് പറയുന്ന പേരാണ്, 90 ഡിഗ്രിക്ക് പറയുന്ന പേരാണ് മട്ടകോൺ. അപ്പൊ ഒരു കോണ് മട്ടകോണായി കഴിഞ്ഞാൽ അതിന്റെ പേരാണ് മട്ടത്രികോണം. If one angle is 90 degree, then that triangle is known as right angled triangle. പിന്നെ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത്, മൂന്ന് ആംഗിളുകളും 90 ഡിഗ്രി കുറയുക, ഓരോന്നും 90 ഡിഗ്രി കുറഞ്ഞു വരിക, ലെസ് ദാൻ 90 ഡിഗ്രി. അതിന് നമ്മൾ ആ ലെസ് ദാൻ 90 ഡിഗ്രിക്ക് നമ്മൾ പറയുന്ന പേര് അക്യൂട്ട് ആംഗിൾസ് എന്നാ പറയുക. അതുകൊണ്ട് തന്നെ അത്തരം ട്രയാങ്കിൾസിന് പറയുന്ന പേര് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾസ് അല്ലേ? നമ്മൾ മലയാളത്തിൽ അതിന് ന്യൂനത്രികോണം എന്നാ പറയുക. എല്ലാ ആംഗിളുകളും 90 ഡിഗ്രിയിൽ കുറവായാൽ, മൂന്ന് ആംഗിളാന്നുള്ളത് മൂന്നും 90 കുറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ത്രികോണങ്ങൾക്ക് പറയുന്ന പേരാണ് ന്യൂനത്രികോണങ്ങൾ. ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേരാണ് അല്ലേ, acute triangle. If all the three sides of a triangle are less than 90 degree, that is known as acute triangle. ഇനി ഒരു ട്രയാങ്കിൾ കൂടിയേ ഉള്ളൂ, ഒരു തരം കൂടിയേ ഉള്ളൂ. വാട്ട് ഇസ് ദാറ്റ്? അത് ഒരു ആംഗിൾ എങ്കിലും 90 ഡിഗ്രി കൂടുതലാവുക, ബാക്കി രണ്ടും അന്നേരം എന്താവും? ആകെ 150 അല്ലേ ഉള്ളൂ. ഒരു ആംഗിൾ 90 ഡിഗ്രി കൂടിക്കഴിഞ്ഞു. ഇപ്പൊ ബാക്കി രണ്ടും കൂടി ഉള്ളത് 90 കുറവായിരിക്കില്ലേ രണ്ടും കൂടി കൂട്ടുമ്പോൾ? അപ്പൊ അത് രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. എന്നാൽ ഒരു ആംഗിൾ മാത്രം കുറച്ച് വലുതാവുക, കുറച്ച് അധികമാവുക. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ കുത്തനെ കാണാം, പെർപെൻഡിക്കുലർ ആയിട്ട് കാണാം. എന്നാൽ പിന്നെ ഒരു ആംഗിൾ വലുതാകുമ്പോൾ അത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും സൈഡ്. എന്നിട്ട് പിന്നെ അടുത്തത് ലോങ്സ്റ്റ് സൈഡ് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പൊ അതിന് പറയുന്ന പേര് ബൃഹത് ത്രികോണം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. ബൃഹത് ത്രികോണം. അതായത് ഒരേ ആംഗിൾ എങ്കിലും 90 ഡിഗ്രിയിൽ അധികമായാൽ അത്തരം ത്രികോണങ്ങൾക്ക് പറയുന്ന പേരാണ് ബൃഹത് ത്രികോണം. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഒബ്റ്റ്യൂസ്ഡ് ട്രയാങ്കിൾസ്. ഇപ്പൊ if one angle of a triangle is more than 90 degree, then that is known as obtuse triangle. ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീനിലേക്ക് വരികയാണ്. യു ക്യാൻ സീ അപ്പൊ എല്ലാവരും നോട്ട് എടുക്കുക. നമ്മൾ ഇപ്പൊ കണ്ടത് നേരത്തെ സൈഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, അതിന്റെ ഒരു പിക്ചർ പ്രസന്റേഷൻ ആണ് ഹിയർ ഓൺ ദ സ്ക്രീൻ കാണാൻ പറ്റും. ആദ്യത്തെ ട്രയാങ്കിൾ കേസർ വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ, കേസർ ഇങ്ങനെ കളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ആ ട്രയാങ്കിളിന് എന്താ പേര് പറയാ? ശരി, എല്ലാവരും കണ്ടല്ലോ. അപ്പൊ എന്താ അതിന്റെ പേര് പറയാ? അതിന്റെ പേര് പിന്നെ എല്ലാം 888 ആണ്. ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ദിസ് ഇസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ഇതെന്തായിരിക്കും? ഇത് രണ്ട് സൈഡ് 5 and 5 വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ബേസ് ഈസ് 8 ആണ്. അപ്പൊ രണ്ട് സൈഡ് മാത്രം ഈക്വൽ ആയി. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് മൂന്ന് സൈഡ് ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമാണ്. ഒന്ന് 4 ആണ്, വൺ സൈഡ് ഈസ് 4, അനദർ സൈഡ് ഈസ് 8 ആൻഡ് ദ തേർഡ് സൈഡ് ഈസ് 6. മൂന്ന് സൈഡും ഡിഫറെന്റ് ആയതുകൊണ്ട് that is known as that is a picture of a
സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ. അതൊരു എന്താണ്, വിഷമഭുജ ത്രികോണമാണ്. അപ്പൊ ഒന്നാമത്തേത് ഒരു സമഭുജ ത്രികോണം, രണ്ടാമത്തേത് ഒരു സമപാർശ്വ ത്രികോണം, മൂന്നാമത്തേത് ഒരു വിഷമഭുജ ത്രികോണം. ഇൻ ഇംഗ്ലീഷ്, ഫസ്റ്റ് വൺ ഈസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സെക്കൻഡ് വൺ ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ, ആൻഡ് ദ തേർഡ് വൺ ഈസ് സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ. ശരി, നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ആംഗിളുകളെ ബേസ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കണം. എന്താ അവിടെ കാണുന്നത്? കോണുകളെ അടിസ്ഥാനമാക്കിയും ത്രികോണങ്ങളെ മൂന്നായി തരംതിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചാണ് മട്ടത്രികോണം. ഒരു ത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രി ആയാൽ അത്തരം ത്രികോണങ്ങളെ മട്ടത്രികോണം എന്ന് പറയുന്നു. പിന്നെ ന്യൂനത്രികോണം. ഒരു ത്രികോണത്തിലെ 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണ് എങ്കിൽ അത്തരം ത്രികോണങ്ങളെ ന്യൂനത്രികോണം എന്ന് പറയുന്നു. പിന്നെ അവസാനത്തത് ബൃഹത് ത്രികോണം. ഒരു ത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടുതലായാൽ അത്തരം ത്രികോണങ്ങളെ ബൃഹത് ത്രികോണം എന്ന് പറയുന്നു. ശരി, അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നമുക്കൊന്ന് കാണാം. ദ ട്രയാങ്കിൾസ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്. ആ 3 എന്ന് പറയുന്നത് എൻ്റെ സ്ക്രീനിൻ്റെ ഉള്ളിലായി പോയിട്ടുണ്ട്. അവിടെ ഈ 3 എന്ന് എഴുതിയിട്ടുണ്ട്. 3 ടൈപ്സ് അക്കോർഡിംഗ് ടു ദ ആംഗിൾസ്. ശരി, ഫസ്റ്റ് വൺ എന്താ? acute angle triangle. If each angle of a triangle is less than 90 degree, these triangles are called acute angle triangle, or another name is minor triangle. In a right angle triangle, second one, if one angle of a triangle is 90 degree and the other two angles are less than 90 degree, such triangles are called right angle triangle. Then the last and final third one, obtuse angled triangle. What is that? If any one of a triangle is greater than 90 degree, any one angle of a triangle is greater than 90 degree, then these triangles are called obtuse triangles. ശരി, അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഓൺ ദ സ്ക്രീൻ. യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് those 3 different angled triangles. ഇത് കണ്ടില്ലേ? ഒന്നാമത്തത് എന്ത് ട്രയാങ്കിളാ? ഫസ്റ്റ് വൺ ഈസ്, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? Yes, look at the blackboard, not the blackboard is here. Here is the screen, so look at the screen. എല്ലാവരും സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇപ്പോൾ കേസർ കാണുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? വിച്ച് ട്രയാങ്കിൾ ഇസ് ദാറ്റ്? അറിയാലോ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് കാണിക്കാനാണ് ദാറ്റ് ആംഗിൾ ഈസ് colored in the red color. അപ്പോൾ that triangle is an example of picture of a right angle triangle. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എന്നാൽ സെക്കൻഡ് വണ്ണിൻ്റെ അകത്ത് ഈ രണ്ട് സൈഡിലുള്ള രണ്ട് ആംഗിൾസ്, നമ്മുടെ കേസർ ഈസ് ഗോയിങ് ഓൺ ദോസ് 2 sides. യു ക്യാൻ സീ ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതിന്റെ രണ്ട് ആംഗിളും ലെങ്തും ഈക്വൽ ആണ്. അപ്പൊ എന്നാൽ ഏതിനെ അപേക്ഷിച്ച് കമ്പയറിംഗ് ടു ദ ബേസ് കണ്ടില്ലേ, ചെറുതല്ലേ? ബേസ് സൈഡ് ഈസ് ഷോർട്ടർ ദാൻ അതർ 2 sides. അപ്പോൾ ഇവിടെ ഈ രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ബേസിനേക്കാൾ. അപ്പൊ രണ്ട് സൈഡ് മാത്രമേ ഈക്വൽ ദോ അല്ലെ? സോറി, ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ട്രയാങ്കിൾസ് ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്. അപ്പൊ ഇവിടെ എല്ലാം ഓരോ ആംഗിൾ മെഷർ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം 90യിൽ കുറവാണ്. അതുകൊണ്ട് ദിസ് ട്രയാങ്കിൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്ത്? acute ആംഗിൾ. ഇനി ഇവിടെ തേർഡ് വണ്ണിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഒരു ആംഗിൾ കൂടുതലാണ്. ഈ നമ്മളിപ്പോ കേസർ ജസ്റ്റ് നൗ യു ക്യാൻ സീ ദ കേസർ, ആ കേസർ ഉള്ള സ്ഥലം അവൻ കുറച്ച് വലുതാണ്, 90നേക്കാൾ ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ ഇതൊരു ഇവിടെ ഉള്ളത് ഒരു അല്ലെ, ദ ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെന്ന് പറയും. അതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ പേരാണ് ഒബ്റ്റ്യൂസ്ഡ് ട്രയാങ്കിൾസ്. ശരി, ഹലോ. ശരി, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രീവിയസ് നോളജസ് ആണ് ഇപ്പൊ വി ആർ ഡിസ്കസിങ് അബൌട്ട്. ഇനിയാണ് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ജസ്റ്റ് നൗ ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ദ ചാപ്റ്റർ ഓഫ് യുവർ ചാപ്റ്റർ, 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ. ശരി, എല്ലാവരും ലുക്ക് അറ്റ് ദ സ്ക്രീൻ. എൻ്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഇതൊരു ട്രയാങ്കിൾ, ദിസ് എ ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിൾ ആണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഏതായാലും നിങ്ങൾക്കറിയാം, ഇറ്റ് ഹാസ് 3 sides. ഇറ്റ്സ് എ. എൻ്റെ കയ്യിൽ വേറൊരു ട്രയാങ്കിളും കൂടി ഉണ്ട്. ഇതൊരു ട്രയാങ്കിൾ, ദിസ് വൺ ഈസ് അനദർ ട്രയാങ്കിൾ. കാണുന്നുണ്ടല്ലോ? ശരി, എൻ്റെ ചോദ്യം, ഇതിപ്പോ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണോ? ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എങ്ങനെയാ, കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. കാണുമ്പോൾ ഇത് ഈക്വൽ ആണോ എന്ന് എൻ്റെ ചോദ്യം. ഇത് ഈക്വൽ ആണോ? കാണുമ്പോൾ നമ്മുടെ അല്ലെ ഒറ്റ നോട്ടത്തിൽ ഈസ് ഇറ്റ് ആൻ ഈക്വൽ ട്രയാങ്കിൾ?
അപ്പൊ ഈക്വൽ ആണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി എന്താ? ഒന്നിന്റെ മേലെ ഒന്നങ്ങ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഒന്നിന്റെ മേലെ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ ഇതാ ഇപ്പൊ ഉദാഹരണത്തിന് ഇത് രണ്ടും ഇങ്ങനെയാ തരുന്നത് നിങ്ങൾക്ക്. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ജസ്റ്റ് നൗ ഐ ആം ആസ്കിങ് യു, ഈസ് ഇറ്റ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ? അപ്പൊ നമുക്ക് ഈക്വൽ ആണെന്ന് ബോധ്യം വരണമെങ്കിൽ നമുക്ക് ഒന്നിന്റെ മേലെ ഒന്നെടുത്ത് വെച്ച് നോക്കിയാൽ മതി. അപ്പം ചേർന്ന് നിൽക്കണം. നമുക്ക് നോക്കാം, ചേർന്ന് നിൽക്കും നോക്കാം. ഞാൻ ഈ റെഡ് ട്രയാങ്കിളിനെ ഞാൻ ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ മേലെ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി. അപ്പൊ വെച്ച് നോക്കിയപ്പോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വെച്ച് നോക്കിയപ്പോ ഇങ്ങനെ കണ്ടത്. അപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? അല്ല, ഇത് ഈക്വൽ അല്ല. കാരണം ഒന്നിന്റെ മേലെ ഒന്ന് കയറ്റി വെച്ചപ്പോ ഈക്വൽ ആയിട്ട് നിന്നില്ലല്ലോ. നിന്നോ? ഇല്ല. നമുക്കിനി വേറൊരു സൈഡ് വെച്ചോക്കെ. ഞാൻ ഇത് നോക്കാം, വേറെ ഒന്ന് വെച്ചോക്കാന്ന് വെച്ചിട്ട് ഞാൻ ആ സൈഡിന്റെ മേലെ ഈ സൈഡ് വെച്ച് നോക്കി, ഇങ്ങനെ വെച്ചു. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈസ് ഇറ്റ് ഈക്വൽ? അതിന്റെ ബാക്ക് സൈഡ് വേണമെങ്കിൽ നോക്കാം, ഇങ്ങനെ നോക്കാം. ഈസ് ഇറ്റ് ഈക്വൽ? അല്ല, ചേർന്ന് നിൽക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഈക്വൽ എന്ന് മാഷ് പറയാ? അപ്പൊ ഈക്വൽ അല്ല. ഈക്വൽ അല്ലല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങളുടെ ധാരണ. ഇനി നമുക്കൊരു കാര്യം, ഇനി ഞാൻ വെച്ച് നോക്കുന്നത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നു. അപ്പൊ എന്താ കണ്ടത്? ഇപ്പോ ജസ്റ്റ് നൗ ദീസ് ടു ട്രയാങ്കിൾസ് ആർ വെരി മച്ച് ഈക്വൽ അല്ലേ? ജസ്റ്റ് നൗ ഐ ആം പ്ലേസ്ഡ് വൺ ട്രയാങ്കിൾ അപ്പോൺ ദ അനദർ ട്രയാങ്കിൾ, then you can see that. ഇതിന്റെ ബാക്ക് നോക്കാം. ഇതെന്താണ്? ഇവര് രണ്ടുപേരും വളരെ ചേർന്നിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയപ്പോ ഇങ്ങനെയൊക്കെ നോക്കിയപ്പോ നമുക്ക് കണ്ടത് ഇത് രണ്ടും ഈക്വൽ അല്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളും ദീസ് ടു ട്രയാങ്കിൾസ് ആർ നോട്ട് ഈക്വൽ. ഇത് ഈക്വൽ ട്രയാങ്കിൾ അല്ല. പക്ഷേ ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് ഓരോ ടൈപ്പ് ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോ, ആദ്യത്തെ ടൈപ്പ് ചേർത്ത് വെച്ചപ്പോ ഇയാള് ഈക്വൽ അല്ല എന്ന് തോന്നിപ്പോയി. രണ്ടാമത് ഞാൻ വെച്ചപ്പം പിന്നെ നിങ്ങൾ കണ്ടത് അല്ലെ, നിങ്ങൾ കണ്ടത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് അല്ല, ഇത് രണ്ടും ഈക്വൽ അല്ല, ഒരാൾ വലുതാണ്, ഒരാൾ എന്തോ കുത്തനെ അങ്ങ് നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് എന്താ? വൺ ഈസ് അല്ലെ വെരി മച്ച് ഈക്വൽ ടു ഒന്ന് നമ്മൾ വെൻ വി പ്ലേസ്ഡ് വൺ ട്രയാങ്കിൾ ഓൺ ദ അതർ ട്രയാങ്കിൾ, ഒന്ന് മറ്റേന്റെ മേലെ വെച്ച് നോക്കിയപ്പോ ഇപ്പൊ ഇത് രണ്ടും എന്തായി? ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും വിളിച്ച് പറയാൻ പറ്റി. ഇത് രണ്ടും ഇപ്പൊ ഈക്വൽ ആണ് അല്ലെ? ഇപ്പൊ ഞാൻ ഒരു ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് ഞാൻ വെട്ടിയെടുത്തിട്ടാണ് ഇപ്പൊ നിങ്ങളെ കാണിച്ചത്. അപ്പൊ ഇത് ഈക്വൽ ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ നമ്മൾ പാഠത്തിലെ ഒന്നാമത്തെ ഐഡിയ ആണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്താ മനസ്സിലായത് പറയട്ടെ? ഇവിടെ ഇപ്പൊ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പൊ if the three sides of a triangle are equal to the three sides of another triangle, then those triangles are said to be എന്ത് പറയും? ഈക്വൽ ട്രയാങ്കിൾസ്. നമ്മുടെ പാഠത്തിന്റെ പേര് അതാണ്, ഈക്വൽ ട്രയാങ്കിൾ. അപ്പോൾ ഒരു മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് വശങ്ങളും മറ്റൊരു ട്രയാങ്കിളിന്റെ മൂന്ന് വശങ്ങളും ഈക്വൽ ആണെങ്കിൽ those two triangles are said to be equal triangles. ഇനി ഈക്വൽ ട്രയാങ്കിളിന്റെ അപ്പൊ ഈക്വൽ ട്രയാങ്കിൾ അതൊക്കെ നമ്മളിപ്പം നെക്സ്റ്റ് സ്ക്രീനിൽ യു ക്യാൻ സീ വാട്ട് ഐ ആം സെയിങ്. ഞാൻ എന്താണ് പറയുന്നത് അത് നിങ്ങൾക്ക് അതിനിപ്പോ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിച്ചു തരും, അതിന്റെ ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരും. അപ്പൊ അതിലിപ്പം ഞാൻ പറഞ്ഞു വെച്ച കാര്യം, if two triangles are equal, if the sides of two triangles are equal, then those triangles are അല്ലെ സെറ്റ് ടു ബി ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പൊ ഒന്നിന്റെ മേലെ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റണമെങ്കിൽ അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആവണം. ഇനി എല്ലാ സൈഡ് മാത്രമാണോ ഈക്വൽ ആവുന്നത്? നമുക്ക് അതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. ഇതിന്റെ അകത്ത് ഈസ് ഓൺലി ദ സൈഡ്സ് ഓൺലി ഈക്വൽ ദർ? സൈഡ് മാത്രമാണോ ഈക്വൽ? അല്ല. എന്ത് ഈക്വൽ ആവണം? ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ചേർന്ന് നിൽക്കണമെങ്കിൽ സൈഡ് മാത്രം ഈക്വൽ ആയ പോലെ അതിന്റെ ആംഗിൾസ് ഈക്വൽ ആവണം. അതായത് ഇവിടുത്തെ ആംഗിൾ, ഈ ട്രയാങ്കിളിന്റെ അകത്ത് ഇവിടെയുള്ള ആംഗിളും, ഈ ട്രയാങ്കിളിന്റെ അകത്ത് ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ അകത്തുള്ള ഇവിടുത്തെ ആംഗിളും, ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്തിട്ട് പറ്റി ഒരേ സെയിം പോലെ നിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഇവിടുത്തെ രണ്ട് ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. എന്നാ അതുപോലെ ഇവിടുത്തെയോ? ഇത് രണ്ടും ഈ നീലന്റെ അവിടുത്തെ ആംഗിളും റെഡിന്റെ അവിടുത്തെ ആംഗിളും ഇത് രണ്ടും ഈക്വൽ. അതുപോലെ ഇത് രണ്ടും ഇവിടുത്തെ റെഡിലെ ആംഗിളും പിന്നെ ബ്ലൂ ട്രയാങ്കിൾ ആംഗിളും, ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമ്മൾ ഒരു ഐഡിയയും കൂടി മനസ്സിലാക്കിയില്ലേ? എന്ത്? ഫോർ എൻ ഈക്വൽ ട്രയാങ്കിൾ എന്തൊക്കെയായിരിക്കും? ഫോർ എൻ ഈക്വൽ ട്രയാങ്കിൾ ഓൾ ദ ത്രീ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ദ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളും അതിന്റെ എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ അത്തരം ട്രയാങ്കിളുകൾക്ക് പറയുന്ന പേരാണ് തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ്. മനസ്സിലായല്ലോ? If the sides of all triangles are equal
if the sides of two triangles are equal. അല്ല മറ്റൊരുത്ത് പറഞ്ഞാൽ if the sides of one triangle is equal to the sides of അതാണ് sides of one triangle ഇതാ ഇത് one triangle is equal to the sides of another triangle, then these two triangles are called as എന്ത് equal triangles. ഇനി equal triangles ന്റെ പ്രോപ്പർട്ടി പറഞ്ഞു, ഇതിന്റെ sides are equal, moreover its angles must be equal. സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്താവണം, സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ പിന്നെ ആംഗിളുകളും ഈക്വൽ ആണ്. ഇനിയാണ് മറ്റൊരു ചെറിയൊരു ഐഡിയയും കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ടെക്സ്റ്റ് പറയും. ശ്രദ്ധിച്ചോളെ, ഇതാ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു റെഡ് ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ കുത്തനെ നിർത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങളത് കുത്തനെ കാണണ്ട എന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ കുത്തനെ എത്താ. ഇതിപ്പോ എന്ത് ട്രയാങ്കിളാ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം ഈ ആംഗിൾ ഇതാ ഇവിടെയുള്ള ലാസ്റ്റ് താഴത്തെ ഈ ആംഗിള് ഞാൻ കൈ തൊട്ടിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ 90 ഡിഗ്രി. അപ്പൊ ഇനിയാണ് ഞാൻ പറയും, ഇതിൽ ഏറ്റവും നീളം കൂടി വശം ഏതാ, ലോങ്സ്റ്റ് സൈഡ് ഏതാ? കുറെ ആള് പറഞ്ഞു വെച്ചു അല്ലേ, ലോങ്സ്റ്റ് സൈഡ് ഏതാ? ഇതാണ് ലോങ്സ്റ്റ് സൈഡ്. ഇനി ഇതിൽ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാ? ഇത് അടിഭാഗത്താണ് ഷോർട്ടസ്റ്റ് സൈഡ്. ഇതൊരു മോഡറേറ്റ് സൈഡ്, കാരണം ഇത് ലോങ്സ്റ്റ് സൈഡ്, ഇത് ഷോർട്ടസ്റ്റ്, അടിഭാഗത്തുള്ളത് ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പൊ പിന്നെ ഇതിനൊരു പേര് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു മോഡറേറ്റ് സൈഡ്. ഇനിയാണ് അതിന് പ്രത്യേകത പറയട്ടെ, ഇതിൻ്റെ അകത്ത് എല്ലാ ട്രയാങ്കിളുകളും പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. ലോങ്സ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഗ്രേറ്റസ്റ്റ് ആംഗിൾ, ലാർജസ്റ്റ് ആംഗിൾ. ലോങ്സ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ലാർജസ്റ്റ് ആംഗിൾ. അപ്പൊ എപ്പോഴും മലയാളത്തിൽ പറഞ്ഞാൽ എപ്പോഴും വലിയ വശം, എപ്പോഴും വലിയ ആംഗിളിന്, ഇവിടെ ഇതാ വലിയ ആംഗിൾ, ഈ കൂട്ടത്തിൽ വലിയ ആംഗിളിന് നമ്മൾ അളന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ട്രയാങ്കിൾ വരച്ചിട്ട് വെറുതെ വരച്ചിട്ട് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. എപ്പോഴും ഏത് ട്രയാങ്കിൾ വരച്ചാലും ലോങ്സ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ലാർജസ്റ്റ് ആംഗിൾ. അതുപോലെ ഇതാണ് ഇപ്പൊ ചെറിയ വശം, അപ്പൊ ഇവിടുത്തെ ചെറിയ കോൺ ഇതാണ്, ചെറിയ ആംഗിൾ ഇതാണ്. കാരണം ചെറിയ വശം എന്ന് പറയുന്നത് ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്. എന്നിട്ട് പറയാം, ലോങ്സ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ലാർജസ്റ്റ് ആംഗിൾ ആൻഡ് ഷോർട്ടസ്റ്റ് സൈഡ് ഈസ്, ഇത് അടിഭാഗത്തത്, ഈ ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഷോർട്ടസ്റ്റ് ആംഗിൾ. ഇനി മോഡറേറ്റ് സൈഡ് ആംഗിൾ, മോഡറേറ്റ് സൈഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ മോഡറേറ്റ് ആംഗിൾ. ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ വലിയ വശം എപ്പോഴും എന്തായിരിക്കും, വലിയ വശം എപ്പോഴും വലിയ കോണിന് എതിർഭാഗത്തും, ചെറിയ വശം എപ്പോഴും ചെറിയ കോണിന് എതിർഭാഗത്തുമായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഇന്ന് പാഠത്തിൽ ഉള്ള രണ്ട് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് വാട്ട് ഈസ് ഈക്വൽ ട്രയാങ്കിൾ. എന്താ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഇഫ് ഓൾ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ and if all the angles of a triangle are equal, then those triangles are said to be equal triangles. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളോടും യോജിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുല്യമാണെങ്കിൽ അത്തരം ട്രയാങ്കിളുകൾക്ക് പറയുന്ന പേരാണ് ഈക്വൽ ട്രയാങ്കിൾസ്. ഇനിയിപ്പോ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വെച്ചു. എപ്പോഴും ഏത് ട്രയാങ്കിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, വലിയ വശം എപ്പോഴും എന്തായിരിക്കും, വലിയ കോണിന് ഓപ്പോസിറ്റും എതിരായിട്ടും, ചെറിയ വശം എപ്പോഴും ചെറിയ കോണിനെതിരായിട്ടും ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടെക്സ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. സോ സീ ദ സ്ക്രീൻ. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാ. If the three sides of a triangle are equal to the three sides of another triangle, the triangles are equal. And angles opposite to the equal sides are also equal. അല്ല, ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ത്രികോണത്തിലെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ 3 വശങ്ങൾക്ക് തുല്യമായാൽ അത്തരം ത്രികോണങ്ങൾക്ക് പറയുന്ന പേരാണ് തുല്യ ത്രികോണം. അത്തരം ത്രികോണങ്ങൾ തുല്യമായിരിക്കും. കൂടാതെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നേ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച ഒരു ഐഡിയ എന്താ, നോട്ട്. ഇതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരിക്കണേ. സ്ക്രീനിൽ നോക്കിയിട്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ്. അഥവാ ഇതിപ്പോ ഞാൻ പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ റീവൈൻഡ് ഇറ്റ് ആൻഡ് യു ക്യാൻ സീ ദ സ്ക്രീൻ ആൻഡ് റൈറ്റ് ഇറ്റ് വാട്ട് ഐ ആം ഗിവിംഗ് ഓൺ ദ സ്ക്രീൻ. അപ്പൊ ഇവിടുത്തെ സ്ക്രീനിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഇതാ ഞാനിപ്പോ പറഞ്ഞത്, ലോങ്സ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ലാർജസ്റ്റ് ആംഗിൾ.
ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ സ്മോളസ്റ്റ് ആംഗിൾ. മോഡറേറ്റ് സൈഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ മോഡറേറ്റ് ആംഗിൾ. ഇനി നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഐഡിയയും കൂടി ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഐഡിയ ഈസ് സം ഓഫ് ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഓൾവേസ് 180 ഡിഗ്രി. ശരി, ജസ്റ്റ് ഗോ ടു ദ മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് വാട്ട് ഐ ആം റൈറ്റിംഗ് ഓൺ ദ സ്ക്രീൻ. ഏറ്റവും വലിയ കോണിനെതിരായിരിക്കും ഏറ്റവും വലിയ വശം. ഏറ്റവും ചെറിയ കോണിനെതിരായിരിക്കും ഏറ്റവും ചെറിയ വശം. ഇടത്തരം കോണിനെതിരായിരിക്കും ഇടത്തരം വശം. അവസാനം ഒരു ത്രികോണത്തിന്റെ ആകെ കോണളവ് 180 ഡിഗ്രിയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഫസ്റ്റ് സെഷൻ ഈസ് കമ്മിങ് ടു ആൻ എൻഡ് ഓഫ്, അല്ലെ, അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഇനിയും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് നമ്മുടെ സ്കൂളിന്റെ വകയായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് വന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക, നല്ല കുട്ടികളായിരിക്കുക. അപ്പോൾ ഫൈനലി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തരുവാണ്. അതൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാൻ, വെറുതെ അതൊന്നും കൂടി ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയാണുള്ളത്. മലയാളം മീഡിയം കുട്ടികൾക്ക് ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നെക്സ്റ്റ് സ്ക്രീനിൽ വരുന്നുണ്ട്. ഒരു ഭയപ്പെടരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ ട്രയാങ്കിൾ റൈറ്റ് ഡൗൺ ദ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ, ഐസോസെൽസ് ട്രയാങ്കിൾ ആൻഡ് സ്കലൻ ട്രയാങ്കിൾ. ഈ ചിത്രം നോക്കിയിട്ട് അപ്പൊ എന്താ ഉള്ളത്? ഈ ഫസ്റ്റ് ചിത്രത്തിന്റെ അകത്ത് ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഡിഫറെന്റ് സൈഡ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് സ്കലൻ ട്രയാങ്കിൾ. ഇവിടെ ദിസ് സൈഡ് ഈസ് 5, ദിസ് സൈഡ് ഈസ് 5, ദിസ് സൈഡ് ഈസ് ഓൾസോ 5. സോ ഇറ്റ് ഈസ് ആൻ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ. ഹിയർ ഇറ്റ് ഈസ് 3, 4. ദീസ് ടു സൈഡ്സ് ആർ 3 and 3. ഇത് 4 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ. അങ്ങനെ കണ്ടുപിടിക്കാം. Find the acute angle triangle. Right angle triangle is which one is, and the obtuse triangle from the given triangle. ഇതിന്റെ അകത്ത് നോക്കിയിട്ട് അറിയാം. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ അകത്ത് ഓരോന്നും 90 കുറവാ. One angle is 50 degree, another is 60, another is 70. All the three angles are less than 90 degree. So it is an acute triangle. ഇവിടെ ഒന്ന് 90 ഡിഗ്രി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒന്ന് ഒറ്റ നോട്ടം തന്നെ അങ്ങ് പറയാം, അല്ലേ? At a glance we can say that is a right angle triangle. ഇനി ഇതിന്റെ അകത്തോ, ഇതിനകത്ത് ഈ ഒരു ആംഗിൾ, the cursor is on that angle measurement is 110. അപ്പൊ 90-ലധികം. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇറ്റ് ഇസ് an obtuse triangle. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ തേർഡ് ആംഗിൾ ഇൻ ദ ഗിവൺ ട്രയാങ്കിൾ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. ടു ആംഗിൾ ഈസ് ഓൾറെഡി ഗിവൺ ദർ. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ തേർഡ് ആംഗിൾ. അവിടുത്തെ ഐഡിയ എന്തായിരിക്കും? ദ സം ഓഫ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണെന്ന ഐഡിയ വെച്ചിട്ടാണ് വി വിൽ ഡു ഇറ്റ് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് വെറുതെ ഫസ്റ്റ് വൺ മാത്രം ഞാൻ പറയാം. 50 and 45 എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ആംഗിൾ 50, മറ്റേ ആംഗിൾ 45. അപ്പൊ രണ്ടും കൂടി എഴുതിയപ്പം 50 + 45 ദാറ്റ് ഈസ് 95. ടോട്ടൽ കിട്ടേണ്ടത് 180 ആണ്, 150 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇനി എത്ര വേണം? ഇനി 85 വേണം, 85 വേണം. 95നോട് 85 ആഡ് ചെയ്താലാണ് 180 കിട്ടുക. സോ ദ തേർഡ് ആംഗിൾ ഈസ്. അതുപോലെ നെക്സ്റ്റ് വൺ കൂടി അതും കൂടി പറയാം. അതിൻ്റെ അകത്തുള്ളത് 55 and 30 ആണ് ഉള്ളത്. അപ്പൊ 55ഉം 30ഉം കൂട്ടിയാൽ 85. അപ്പൊ ബാക്കിയുള്ളത് 95 ഡിഗ്രി ആയിരിക്കും. ശരി, അത് നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാം. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ബിലോ ഫൈൻഡ് ഓൾ ദ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇതാണ് സാധാരണ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുന്ന ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾക്കുള്ള പ്രാക്ടീസ് പ്രോബ്ലം. ഇതുപോലത്തെ ചോദ്യങ്ങളാണുള്ളത്. സപ്പോസ് ക്വസ്റ്റ്യൻ ഈസ്, ഇതിനകത്ത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, വേറെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC യു ക്യാൻ സീ ദർ, ആൻഡ് ട്രയാങ്കിൾ PQR ഈസ് ഓൾസോ, അല്ലേ, നെക്സ്റ്റ് ടു ദാറ്റ്. അതിൻ്റെ അകത്തുള്ള സൈഡ് നോക്കുക. ഇതിനകത്ത് നിങ്ങൾ പറയേണ്ടത് ഏതേത് സൈഡുകൾ, വിച്ച് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ നോക്കുക, ഇവിടെ ABന്റെ ലെങ്ത് 6 ആണ്, PQRനകത്ത് PR ലെങ്ത് ആണ് 6. സോ ദോസ് ടു സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? AB = PR. പിന്നെ അപ്പൊ 6 ഈക്വൽ, ഇനി 5 ഈക്വൽ ആവുക. അപ്പൊ ഓൺ ദ ട്രയാങ്കിൾ ABC, BC is 5. ഇതിന്റെ അകത്ത് PQ is 5. അപ്പൊ അതുകൊണ്ട് ദോസ് ടു സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ എന്താ ആൻസർ എഴുതുക? BC = PQ. അടുത്തത് ACന്റെ സൈഡ് ലെങ്ത് ഈസ് 4 cm. അപ്പം RQന്റെ ലെങ്തും 4 ആണ്. അതുകൊണ്ട് ACയും RQയും ഈക്വൽ. അതേപോലെ താഴത്തെ ചോദ്യത്തിനകത്ത് എന്താ ഉള്ളത്? 8, 4, 10. ഇതും അങ്ങനെ തന്നെ, 8, 4, 10. അപ്പോൾ എല്ലാ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഹിയർ അതിന്റെ പേര്, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പേര് ഈസ് LMN, ട്രയാങ്കിൾ LMN, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് XYZ, ട്രയാങ്കിൾ XYZ. അപ്പൊ ഇതിനകത്ത് ഏതേത് സൈഡുകൾ ഈക്വൽ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താ ഉണ്ടാവുക? 10 and 10. 10 and 10 എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? MN = XZ. അതുപോലെ 8 and 8. അപ്പൊ എന്താ ഉണ്ടാവുക? LM = YZ. പിന്നെ
4 and 4, അതായത് ln ഈക്വൽസ് അല്ലേ XY. ഇനി ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ട് അവൻ്റെ അകത്ത്, ഇതിനകത്തുള്ള ഈക്വൽ ആംഗിളുകൾ ഏതാ? സൈഡ്സ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ 10 അല്ലേ ഈക്വൽ ഉള്ളത് ഓരോന്ന്. ആംഗിളുകൾ ഏതാന്ന് ഈക്വൽ പറയാം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ. എന്താ ഐഡിയ? ഷോർട്ട് ലോങ്സ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് ലാർജസ്റ്റ് ആംഗിൾ. അപ്പൊ ഇത് ഈക്വൽ ആണെങ്കിൽ ഈ 10ന്റെ ഈ 10ന്റെ ഓപ്പോസിറ്റ് ആംഗിൾ L ആണ്. യു ക്യാൻ സീ ദ കേഴ്സർ ഓൺ ദ L. അതുപോലെ ഈ 10ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് Y ആണ്. അപ്പോൾ എല്ലും വൈയും ചേർന്ന് നിൽക്കുക. അപ്പൊ ആംഗിൾ L ഈക്വൽ ടു ആംഗിൾ Y. ഇനി അതുപോലെ 6ന്റെ ഓപ്പോസിറ്റ് ഇവിടെ, അല്ല സോറി 8ന്റെ ഓപ്പോസിറ്റ് ആംഗിൾ N ആണ്. ഹിയർ ഓൾസോ. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുക, 8ന്റെ ഓപ്പോസിറ്റ് ആര്? X. അപ്പൊ N-ഉം ആംഗിൾ N ആൻഡ് ആംഗിൾ X ആർ ഈക്വൽ. അതേപോലെ 4ന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ M. അതുപോലെ ഈ 4ന്റെ ഓപ്പോസിറ്റ് ഏതാ? Z ആണ്. അതുകൊണ്ട് M-ഉം Z-ഉം ഈക്വൽ. അപ്പൊ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഐഡിയ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്. ഇനി ഇതിന്റെ മലയാളം നിങ്ങൾക്ക് കാണാം. അവിടെ കൊടുത്തിരിക്കുന്ന അതേ ചോദ്യങ്ങളുടെയൊക്കെ മലയാളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ രണ്ടാമതൊന്നും കൂടി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നേരത്തെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇത് നിങ്ങൾ പിന്നെ എല്ലാവരുടെ നോട്ട് ബുക്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നേരത്തെ അവിടെ കൊടുത്തതെന്ന് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരുടെ നോട്ട് ബുക്കിലും ഒന്ന് റൈറ്റ് ഇറ്റ് ദർ. ശരി, ഏതായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഹൃദ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളിനി തുടർച്ച ആയിട്ട് നെക്സ്റ്റ് വിൽ കം അപ്പോൺ ദ നെക്സ്റ്റ് ക്ലാസ്സസ്. ശരി, അപ്പോൾ ഏതായാലും അതുവരെയും അണ്ടിൽ ദെൻ ഗുഡ് ബൈ, ടേക്ക് കെയർ. കൊറോണ കാലമാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെയൊക്കെ നേരിൽ കാണണമെന്നും നിങ്ങൾക്ക് എന്നെ കാണണമെന്നും എനിക്ക് നിങ്ങളെ കാണണമെന്നും വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ജൂലൈ മാസം ആദ്യ വാരത്തിൽ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ അന്ന് നമുക്ക് കാണാം. വി ക്യാൻ സീ ഈച്ച് അതർ. നല്ല കുട്ടികളായിട്ടിരിക്കുക, നന്നായി പഠിക്കുക. ശരി, നല്ലൊരു അക്കാഡമിക് ഇയർ. I wish you a good academic year for you, for all of you. Okay? Say goodbye. Bye.